ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ വെച്ചെങ്കിലേ, ഞാൻ വീഡിയോ ഇപ്പോൾ രാവിലത്തെ വീഡിയോ ഇങ്ങനെ എടുത്തതാട്ടാ. ഒരു വെളിവൊക്കെ കണ്ടപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ മൂടി കെട്ടിയിട്ട് ഇരുട്ടുകുത്തി ഇങ്ങനെ നിൽക്കണം. മഴക്കാർ തന്നെയാണ് ഇപ്പോഴേ. അപ്പോൾ ഒന്ന് വെയിൽ തെറിച്ചപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു. കിളികൾ നല്ല ഒച്ച കേൾക്കുന്നുണ്ട്. മുരിങ്ങയുടെ കൊമ്പിൻ്റെ മുകളിൽ 2 കിളികൾ നിന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊത്തി കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിൽ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. പക്ഷേ വെയിൽ വന്നത് നല്ല മഴയ്ക്ക് തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുകയാണ്, ഇപ്പോൾ അവിടെ നല്ല പണിയിലാണ്. എന്താ വെച്ചെങ്കിലേ, മഴയൊക്കെ പെയ്തപ്പോൾ ഇങ്ങനെ ചാക്കും ഇതൊക്കെ ഇങ്ങോട്ട് പൊന്തി വന്നേക്കുക. അപ്പോൾ ഉപ്പ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണുണ്ട് കേട്ടോ. ഞാനൊന്ന് മുറ്റൊക്കെ അടിച്ചു വരി, ആകെ ചപ്പും ചവറായിട്ട് കിടന്നിരുന്നു. അപ്പോൾ ഉമ്മ ആ ഭാഗം അടിച്ചു വരി, ഈ ഭാഗം ഞാനും അടിച്ചു വരിയിട്ടാ. ഇനിയിപ്പോൾ എപ്പോഴാണ് ഈ ഉടമസ്ഥൻ വരികയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉപ്പ രാവിലെ തന്നെ ആ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇനിയിപ്പോൾ വയനാട്ടിലത്തെ സംഭവം ഒന്നും പറയുന്നില്ല കേട്ടോ ഗേസ്. നമ്മളൊക്കെ മറക്കുക. നമുക്ക് അവർക്ക് ഇനിയിപ്പോൾ ഉള്ളവർക്ക് മനസ്സിനൊരു ക്ഷമ കിട്ടാനും മരിച്ചു പോയവർക്ക് സ്വർഗം കൊടുക്കാനും എല്ലാത്തിനും നമുക്ക് ഇങ്ങനെ അപകടമൊന്നും ഉണ്ടാവാതിരിക്കാനും മഴ ഒന്ന് കുറയാനും ഒക്കെ വേണ്ടിയിട്ട് ഉള്ളവർക്ക് പഠിച്ചോ ആപത്തൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു അപകടം വരാതിരിക്കാനൊക്കെ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ വീഡിയോയിൽ ഇനി അതിനെക്കുറിച്ച് ഇനി പറയുകയില്ല കേട്ടോ. വയനാട്ടിലത്തെ സംഭവം അതൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ മറക്കല്ല, മനസ്സിൽ വെക്കണം. എന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യാട്ടോ. ഇനി എൻ്റെ വീഡിയോയിൽ ഞാൻ സംഭവങ്ങളൊന്നും ഞാൻ പറയൂല. അപ്പം അങ്ങനെ. അപ്പോൾ ഇനി അതെന്താ പരിപാടി വെച്ചെങ്കിൽ, മക്കളോട് വന്ന് കുളിക്കാൻ പറയാട്ടോ. കുളിക്കാൻ ഇങ്ങനെ പറഞ്ഞ് മനുഷ്യന് വയ്യാണ്ടായി. സ്കൂളും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ തൊള്ളട്ട് തോറ്റുട്ടാ. ഒന്നാമത് ഇല്ലാത്ത തന്നെ നല്ലത്. ഈ മഴ പെയ്യുമ്പോൾ സ്കൂൾ ഉണ്ടെച്ചെങ്കിൽ ഇങ്ങനെ വീട്ടിലിരിക്കാൻ സൗകര്യം ഉണ്ടാവില്ല. മക്കൾ ഒപ്പം ഉണ്ടെങ്കിൽ ഒരു സമാധാനമാണ്. അപ്പോൾ അങ്ങനെ മഴയൊക്കെ മാറി വെള്ളമൊക്കെ പോയി ഒന്ന് വെയിലൊക്കെ തെറിച്ചിട്ടൊക്കെ സ്കൂളൊക്കെ ഉണ്ടായി മതി. ഒച്ചയിടല്ലേ വേണ്ടോ, ആ കുഴപ്പമൊന്നുമില്ല അല്ലേ. മക്കൾ അടുത്തുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇവർക്കൊക്കെ ചുമയാണ്. ഫൈസിക്കും കുഞ്ഞോൾക്കും ജലദോഷമുണ്ട്. ഫൈസിക്ക് നല്ല കഫം കുറുക്കിയിട്ടുള്ള ചുമ. ഉണ്ണിമോൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും മേലെ തന്നെ കഴുകി കൊടുക്കണ്. അങ്ങനെ പറഞ്ഞ് ഇവരൊക്കെ മേലൊക്കെ കഴുകി. ഉണ്ണിമോൾ പിന്നെ തന്നെ കുളിക്കും. ഇവർ രണ്ടാളെ ഞാൻ കുളിപ്പിച്ചു കൂട്ടാം. അപ്പം ഇക്ക അവിടെ നിന്നിട്ട് ഫോണും തോണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് അടുക്കള വിശേഷങ്ങളും കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അതൊന്നും ഞാൻ വീഡിയോ എടുക്കണില്ല. ഇതങ്ങോട്ട് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങോട്ട് ഇറങ്ങിയിട്ട മണലത്ര സ്കൂളിലേക്ക് ഇവർ കുഞ്ഞോളുടെയും വയസ്സിൽ സ്കൂളിലേക്ക് പോകണ വഴിയാണ്. അവിടെ നല്ലൊരു ഭംഗിയാട്ടോ, നല്ലൊരു പച്ചപ്പാണ് കാണാൻ ഇവർ സ്കൂളിൽ പോകണ വഴിയൊക്കെ. അപ്പോൾ അതൊന്ന് മഴ പെയ്തപ്പോഴേ നല്ല വെള്ളമായിരുന്നു. ഈ റോഡൊന്നും കണ്ടിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എങ്ങനെയൊന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാട്ടെ. ഞാൻ ആ സമയത്തൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ എന്നാലും വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ആ ഭാഗത്ത് നിറച്ച് വീടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ചേച്ചി അവിടെ വന്നിട്ട് തിരുമ്പണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടില്ല, നിറച്ച് വെള്ളമായിട്ട്. അത് വേനൽക്കാലത്തൊക്കെ വറ്റി വരണ്ട് ഇങ്ങനെ കിടക്കുക, വിണ്ടിട്ട് പാടാണ് കേട്ടോ സംഭവം. ഈ എന്താ പറയുക, പൂരക്കായ തിരാണിക്കാവ് പൂരക്കായ കുതിരേനെ കൊണ്ടുപോകുന്ന ഭാഗമൊക്കെയാണ്. അപ്പോൾ ആ സംഭവമൊക്കെ ഒന്ന് കാണപ്പോൾ ഈ നിലയ്ക്ക് വെള്ളം കണ്ടിട്ടേ എന്ത് മഴ ഇപ്പോൾ പെയ്തില്ലേ. അയ്യോ, ഈ മഴ കണ്ടില്ല. ഇപ്പോഴും നല്ല മഴക്കാറുണ്ട്. വേഗം ഞങ്ങൾ പോവാൻ നോക്കാട്ടോ. അപ്പോൾ ഞാനും വെള്ളത്തിൽ കൂടെ ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു രസമല്ലേ, വെള്ളം കാണാനൊക്കെ ഒരു രസമൊക്കെ തന്നെ. പക്ഷേ ഓവറായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഇക്ക എന്താ ചേട്ടനെ ചീത്ത പറയല്ല. എന്തിനാ ചേട്ടാ ഇങ്ങനെ തല്ലണ, ആ പശുവിനെ ഇട്ടിട്ട് തല്ലുക ചേട്ടൻ. അപ്പോൾ ഇക്ക പറയുക എന്തിനാ ചേട്ടാ ഇങ്ങനെ തല്ലുന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ണിമോളോട് പറയും, ഞാനൊന്ന് വെള്ളത്തിൽ കൂടെ നടക്കട്ടെ, ഇതൊന്ന് പിടിക്കിടി എന്ന് പറയട്ടെ ഫോണ്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇങ്ങനെ നടന്നു. എൻ്റെ പിന്നാലെ പൈസയുണ്ട്. പൈസയുടെ മേത്തേക്ക് ഒരു വണ്ടി, ഒരു ചേട്ടൻ ബൈക്കിൽ ഇങ്ങനെ പോയതാട്ട. മേലൊക്കെ വെള്ളം തെറിപ്പിച്ചു. അപ്പോൾ പിന്നെ ദേഷ്യം വന്നു. ഏത് ചേട്ടനെ, ഞാൻ ചേട്ടനെ പോയി തല്ലാൻ പോവാൻ ഉപ്പച്ചി വണ്ടി ബൈക്കിൽ നമുക്ക് പോവാ, ചേട്ടനെ തല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യം. അപ്പോൾ ഇനിയും ഫുള്ള് നനച്ചിട്ട ഒരു വണ്ടി പോയതാ ഗേസ്. മേത്തൊക്കെ വെള്ളമാക്കി, തലയിലടക്കം അവൻ്റെ വെള്ളമായിക്കുക. ചില വണ്ടിക്കാരങ്ങനെ തന്നെ ഒറ്റ പോക്കാൻ പോവും, ആളുണ്ടോയെന്നോ അങ്ങനെ ഒന്നും നോക്കില്ല. അപ്പോൾ അങ്ങനെ നല്ല മഴക്കാർ വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇക്ക പറഞ്ഞു നമുക്ക് വേഗം പോവാ പറഞ്ഞിട്ട് ഒരു സൗകര്യം തരുന്നില്ല. അല്ലെങ്കിൽ മഴയൊക്കെ ആകെ നനയുമല്ലോ. അപ്പോൾ നല്ല വെള്ളമുണ്ട് അത്യാവശ്യം. നല്ല അന്ന് മഴ പെയ്തപ്പോഴേ മുട്ട് വരെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒത്തിരി കുറഞ്ഞ് തെളിയായിട്ടുള്ള വെള്ളം വരുന്നത്. അന്നൊക്കെ ചളി വെള്ളം വന്നിരുന്നു. ഇപ്പോൾ ഒക്കെ ഒന്ന് തെളിഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ മഴ ഒന്നും കുറയട്ടെ അല്ലേ. അയ്യോ, ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ അവതാളമായിപ്പോവും.
അപ്പോൾ രണ്ടാളും കൂടി തോളിൽ കൂടെ കൈയിട്ടിട്ട് വരിക കേട്ടോ. വെള്ളത്തിൽ കൂടെ ഇവർക്ക് പോകണം തന്നെയല്ലേ അമ്മച്ചിയെ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം അമ്മച്ചിയെ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാൻ പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത് തന്നെ ജലദോഷം ചുമയാണ്. അപ്പോൾ ഇവർ കുറേ നേരം ഈ വെള്ളത്തിൽ സ്കൂളിൽ അവിടേക്ക് ഒന്ന് പോവാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് വെയിൽ കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ്. പക്ഷെ നല്ല മഴക്കാറ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർ ഇനിയും വരിക തന്നെയാണ്, മീൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വരികയാണ്. മീനൊക്കെ ഉണ്ടാവും കേട്ടോ, അതേക്കൂടെ നല്ല മീനുകളൊക്കെ ചാടി പോകും തോന്നുന്നുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ വരുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒത്തിരി തന്നെ ഉള്ളൂ കേട്ടോ, കുറച്ച് ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നോക്കിയ കുരങ്ങ എന്തൊക്കെയോ തിന്നണമൊക്കെ ഉണ്ട്. അവരുടെ വീട്ടിലത്തെ കായൊക്കെ കുറച്ചൊക്കെ തിന്നുട്ടാ. അങ്ങനെ ഇപ്പോൾ ഈ ഇരിപ്പം എന്താ വെച്ചിട്ടാ, ഞാനും കുട്ടികളൊക്കെ ഈ സ്റ്റെപ്പുമ്പോൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഗ്രില്ല് തുറന്നേക്കുക. അപ്പോൾ കുഞ്ഞോളെ മേത്തേക്ക് ചാടാൻ നോക്കിയിട്ട് അപ്പോൾ കുരങ്ങിയ ഞങ്ങൾ പേടിച്ചു. അപ്പോൾ നിങ്ങൾ കണ്ടോളെ ചാടാൻ നോക്കിയതാട്ടാ. അപ്പോൾ ഞാൻ അതിൻ്റെ കൈ പിടിച്ചിങ്ങോട്ട് വലിച്ചിട്ട് ഗ്രില്ല് വേഗം അടച്ചു വിട്ടാ. പേടിയായി. കുറച്ച് കുരങ്ങന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം.